ഈ മൗലിദ് ഞാനത് പറയാൻ വിട്ടുപോയത്, അങ്ങനെ വിട്ടുപോകലില്ല. വല്ലാത്തൊരു മൗലിദാണ് നിങ്ങൾ ഈ കാണുന്ന മൗലിദ്. മൗലിദുൽ ഹുസ്നൈൻ അതിന്റെ പേര്. മുത്ത് റസൂലുള്ളാഹിന്റെ ആന്തരികമായ ചന്തവും ബാഹ്യമായ ചന്തവും എന്നാണ് ഇതിന്റെ പേര്. സുബ്ഹാനല്ലാഹ്, ലോകത്ത് ഇങ്ങനത്തെ ഒരു മൗലിദ് രചിക്കപ്പെട്ടിട്ടില്ല, കാണിക്കാൻ കഴിയില്ല. 300-ലധികം ഗ്രന്ഥങ്ങളുടെ, മുത്തുനബിയുടെ മഹബത്തിന്റെ ഗ്രന്ഥങ്ങളുടെ സംക്ഷിപ്തമാണ് ഇത്. 300-ലധികം. ഇത് രചിച്ച സുഹൃത്ത് അബ്ദുൽ ബസീർ സഖാഫി വലിയ മുദർരിസാണ്. 70-ലേറെ ഗ്രന്ഥങ്ങൾ രചിച്ച് കഴിഞ്ഞു. ഓരോ ഗ്രന്ഥവും വല്ലാത്ത പവർ ഉള്ളതാണെന്ന് ആലിമിയൊക്കെ നോക്കിയാൽ മനസ്സിലാവും. 70-ലേറെ കിതാബ്. അതിലൊരു കിതാബാണ് ഇത്. ഇതിന്റെ വിശദീകരണമായ മഖ്റദുൽ ഹുസ്നൈൻ, ഇതിന്റെ ചെറിയ വിശദീകരണമായ മൗരിദുൽ മുസ്നൈൻ, ഇതിന്റെ ചുരുക്കമായ അംലദുൽ ഹുസ്നൈൻ ഒക്കെ ഇതിനോട് ബന്ധപ്പെട്ട് തന്നെ കുറെ. ഇത് നോക്കിയൊരു മൊയിലിയർക്ക് വാ അജബാ, എന്താ റബ്ബേ ഇതെന്ന് പറഞ്ഞു. 100 കണക്കിന് വരുന്ന സംശയങ്ങൾക്ക്, ആലിമീങ്ങൾക്ക് വരുന്ന സംശയങ്ങൾക്ക് വ്യക്തമായ രേഖയിലുള്ള മറുപടിയും ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്. ഇത് ആലിമീങ്ങൾക്ക് ഇതൊരു വലിയ ലാഭമാണ്. ഒരു കോപ്പി. അതിന്റെ പുറമെ നാടന്മാരിത് വാങ്ങിയിട്ട് വായിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ വലിയ കിട്ടല. റസൂലുള്ളാഹി തങ്ങൾ ഇത് രചിച്ചത് അറിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ തുടക്കത്തിൽ ഇതിന്റെ സംഭവങ്ങൾ പറഞ്ഞു. ഒളു ഇല്ലാതെ ഒരക്ഷരം അവരെഴുതിയിട്ടില്ല. ഒരക്ഷരത്തിൽ ഒളു ഇല്ലാതെ എഴുതിയിട്ടില്ല. ഒളുവോടുകൂടെയാണ് ആദ്യമായി ഇത് എഴുതിയത്. ഇത് എഴുതി പൂർത്തിയായപ്പോൾ റസൂലുള്ളാഹി തങ്ങളെ കണ്ടു, പിന്നെയും കണ്ടു, പിന്നെയും കണ്ടു. ഇതിനോട് ബന്ധപ്പെട്ട് 5 ഘട്ടങ്ങളുണ്ടായി. ആ 5 ഘട്ടങ്ങളിലും മുത്തുനബിയെ കണ്ടു. വല്ലാത്ത ലാഭല്ലേ. റസൂലുള്ളാഹി തങ്ങൾ ഇത് ഉണ്ടാക്കിയ പേരിൽ ഇതിന്റെ രചയിതാവിനെ ഈ കണ്ടപ്പോ കൊത്തിപ്പിടിക്കുകയും ഉമ്മ വെക്കുകയും ചെയ്തു. തങ്ങളുടെ കബൂലാണ്. ബുർദ രചിച്ചപ്പോ ബൂസിരിമാമിന്റെ അടുത്ത് വന്നിട്ട് ശരീരം തടകിക്കൊടുത്തു. ഇത് തങ്ങൾ ചെയ്തു കൊടുത്താണെന്ന് ബൂസിരിമാമ് തുറന്ന് പറയാതെ നമ്മളാരും ഇത് കേൾക്കൂലല്ലോ. എന്നമാതിരി മൂപ്പരും തുറന്ന് പറഞ്ഞതാ. മൂസിരിമാ പറഞ്ഞ എന്റെ അടുത്ത് വന്നു. അത് നമ്മൾ അറിഞ്ഞത് എങ്ങനെ? മൂസിരിമാൻ പറഞ്ഞിട്ട്. അപ്പൊ കണ്ടത് പറയണം, എന്നാലേ മുഅ്മിനീങ്ങൾക്ക് അതിനോട് വിശ്വാസം ഉണ്ടാവൂ. അല്ലെങ്കിൽ ഈമാനുള്ളവർക്ക് ഈമാൻ വർദ്ധിക്കുകയുള്ളൂ. വിത്തിരിയ എഴുതിയപ്പോ മുഹമ്മദ് ബിൻ അബീബക്കറിൽ ബഗ്ദാദി റഷീദിൽ ബഗ്ദാദിൽ വിത്തിരി തങ്ങൾ അരികിൽ റസൂലുള്ള 3 വട്ടം വന്നു. തഅലീഖാത്തുൽ വിത്തിരിയലുണ്ട്. ആ 3 വട്ടവും റസൂലുള്ളാഹി തങ്ങൾ ഒരു വട്ടം കൂട്ടിപ്പിടിച്ച് ഒരു വട്ടം ദ്വാരന്നു കൊടുത്ത് വിത്തിരി ഉണ്ടാക്കിയതാ. കാരണം അങ്ങനെ റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് 5 വട്ടം ഇതിന്റെ പേരിൽ മൂപ്പരെടുത്ത് റസൂലുള്ള വന്നിട്ടുണ്ട്. ഇതിന്റെ തുടക്കത്തിൽ നിങ്ങൾ വായിച്ച ആദ്യ പേജ്, ആദ്യത്തെ വായനയിൽ ഞാൻ കുറെ കരഞ്ഞുപോയി. കാരണം എന്നെക്കാണ് താഴെ പ്രായക്കാരനാണ്. 46 വയസ്സേ ആയുള്ളൂ. അല്ലാഹ് നമുക്കൊന്നും ഈ അനുഗ്രഹം കിട്ടിയില്ല, നമ്മളൊക്കെ എവിടെ എന്ന് ഓർത്ത് ഞാൻ കുറെ കരഞ്ഞുപോയി. ഇതിന്റെ വല്ലാത്തൊരു മൗലിദാണ്, വല്ലാത്തൊരു മൗലിദ്. അറിയപ്പെട്ട ഒരു ഡോക്ടർ, അദ്ദേഹത്തിനോട് ഞാൻ അദ്ദേഹത്തെ പറ്റി ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മൗലിദുൽ ഹുസ്നൈൻ കിട്ടിയോ? എന്നോട് പറഞ്ഞു ഞാൻ വാങ്ങിക്കണ്. എന്നിട്ട് സഫറിലെ മുഴുവൻ ഹിസ്ബും ചൊല്ലി തീർന്നു. 30 ഹിസ്ബാണിത്. വായിക്കാൻ കഴിയുന്നവർക്ക് സുഖാണ്. ഓരോ ഹിസ്ബ് ഒരു ദിവസം ചൊല്ലിയാൽ 30ാമത്തെ ദിവസം ഒരു ദുആയുണ്ട്. ഭയങ്കര കിതാബ. അർത്ഥറിയാതെയും ചൊല്ലാം. മുത്തുനബിയുടെ മദ്ഹിന് അങ്ങനെ പ്രത്യേകത ഉണ്ട്. ഇനി അതിന്റെ പുറമത് വായിക്കാനൊന്നും കഴിയാത്തവർ തന്നെ ഇത് വീട്ടിൽ കൊണ്ടുവച്ചാൽ റസൂലുള്ളാഹിന്റെ ഖസായിസുകളാണ് ഇതിൽ പറയുന്നത് മുഴുവൻ. റസൂലുള്ളാഹിന്റെ 8 ഖസായിസ് കൊണ്ടുവച്ചാൽ തന്നെ വീട് കരിയില്ല, വീട് കരിയില്ല, കള്ളൻ വരില്ല. അയിമത്ത് പറഞ്ഞതാ, ഇത് കൊണ്ടുവച്ചാൽ വീടിൽ വലിയ ബർക്കത്തായിരിക്കും. വായിക്കാൻ കിട്ടാത്തവർക്കും നല്ല ബഹുമാനിക്കണം എന്ന് മാത്രം. ഇതെടുത്ത് ഉമ്മ വെച്ച് ബഹുമാനിച്ച് ഇതിനെ സൂക്ഷിച്ചാൽ ഇതുകൊണ്ട് നിങ്ങൾക്ക് ഫലം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ഇതിവിടെ അഷ്റഫ് ഹാജി അദ്ദേഹം ഇവിടെ കൊണ്ടെന്നും തോന്നുന്നു. ഇതിന് ലാഭമൊന്നും വാങ്ങുന്നില്ല, ഇതിന്റെ വിലയെ വാങ്ങുന്നുള്ളൂ ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട ബസീർ സഖാഫിക്ക് അല്ലാഹു തആല ഇതുകൊണ്ട് വലിയ നേട്ടം കൊടുക്കട്ടെ. ദുനിയാവല്ലല്ലോ വലിയത്, ആഖിറാണ്. 500 ഉറുപ്പ്യാണിത്.
എത്ര പേജാ? എല്ലാവർക്കും വാങ്ങണം ഒരു കോപ്പി. ഏത് നാടനും മോലിയരും ഒക്കെ വാങ്ങും. വലിയ ഫലല്ലേ? പൊന്മുള ഉസ്താദിന്റെ അവതാരികതിലുണ്ട്, എ പി ഉസ്താദിന്റെ അവതാരികയുണ്ട്, ഖലീൽ തങ്ങൾ അവതാരികയുണ്ട്, അറബികളുടെ അവതാരികയുണ്ട്.